ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ മാമിനൊന്ന് വിളിക്കട്ടെ. സിനി. ആ മാം, കൃഷ്ണ റെഡിയായി. അപ്പൊ ഈ കാണുന്ന സുന്ദരിമാരൊക്കെ ഇതിന്റെ പകിട്ടിലാണല്ലേ നടക്കുന്നേ? സിറ്റി ലൈഫിൽ ഇതൊക്കെയാ. ഒന്നോ രണ്ടോ തവണ ചെയ്തു കഴിയുമ്പോ കൃഷ്ണയ്ക്ക് അത് ശീലായിക്കോളും. പിന്നെ കൃഷ്ണ തനിയെ ചെയ്തോളൂ. ഒരു മിനിറ്റ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോണം, ഒരു 10 മിനിറ്റ് ചെലവഴിക്കണം. അതിന് കണ്ണാടിയുടെ മുന്നില് 100 മണിക്കൂർ. എന്തായാലും കൊള്ളാം. അതെ, ഇവിടുത്തെ മോള് മാത്രം ഇങ്ങനെ ചെയ്യുള്ളോ അതോ അമ്മയും ചെയ്യോ? എല്ലാവരും ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ട് എന്നെ കൊണ്ടുപോയി എന്റെ അമ്മയുടെ മുന്നിൽ നിർത്തിയ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുക കൂടിയില്ല. എന്താ ഇവിടെ കഴിഞ്ഞില്ലേ ഇതുവരെ? കൃഷ്ണ ഓരോ സംശയങ്ങൾ ചോദിക്കായിരുന്നു മാം. എന്ത് സംശയം? ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കുറച്ച് നേരായിട്ട് ശ്രദ്ധിക്കുക. ഇവളുടെ സംസാരമല്ലാതെ വേറൊന്നും പുറത്തേക്ക് കേൾക്കാനില്ലല്ലോ. എനിക്കങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ സംസാരിക്കും. നിർത്ത. മനുഷ്യരുടെ തീ തിന്ന് നടക്കുക. അവരെല്ലാം കൂടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്തും. നോക്ക്, എന്തെങ്കിലും കാരണവശാ ഇത് പൊളിഞ്ഞു പോയാലേ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല. സിനി, വിത്തിൻ 10 മിനിറ്റ്സ് ഇത് തീർന്നിരിക്കണം കേട്ടോ? ശരി മാം. എന്താ എന്താ നിങ്ങൾ ചിരിക്കുന്നേ? വിവരമില്ലായ്മ കണ്ട് ചിരിക്കരുത്, മനസ്സിലായോ? പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യ. അതെ, ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചത്ത മാതിരി കിടക്കാം. പെയിന്റ് അടിച്ച് കഴിയുമ്പോ എന്നെ ഒന്ന് തട്ടി വിളിച്ചാ മതി. അല്ലെങ്കിലേ ഞാൻ എന്റെ വീട്ടിൽ പോവും. അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്ന് കൊടുത്തോണം. ആയിക്കോട്ടെ. എന്ത് നിർത്തി തുടങ്ങിക്കോ. സാറേ, ഇറങ്ങണ്ടേ? എല്ലാരും റെഡി ആയിട്ടിരിക്കുവാന്നേ. ഇറങ്ങാം. മാണിക്കുഞ്ഞ, എന്താ? ഇതിനു മുമ്പ് പലതവണ നമ്മൾ സിത്താര മേഡത്തിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഗാഥയെ കണ്ടിട്ടുമുണ്ട്. പക്ഷെ അന്നൊന്നുമില്ലാത്തൊരു ഫീലാ എനിക്ക് ഇന്ന് തോന്നുന്നത്. എന്ത് ഫീല്? അറിയില്ല, വല്ലാത്തൊരു ആകർഷണം പോലെ. എന്താ പറയാ, അങ്ങോട്ടാരോ പിടിച്ചു വലിക്കുന്ന പോലെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് പോകുമ്പോ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ? എന്റെ പൊന്നു സാറേ, ഇതിനെയാണ് പച്ച മലയാളത്തിലെ പ്രേമം എന്ന് പറയുന്നത്. ബിസിനസിന്റെ ലാഭം നോക്കിയാണ് സാർ തുടങ്ങിയെങ്കിലും സാറ് ഗാഥമാടത്തോടുള്ള പ്രണയത്തിൽ കുടുങ്ങിപ്പോയി. ആയിരിക്കാം. ആയിരിക്കാന്നല്ല, ആണ്. അപ്പൊ പിന്നെ എക്സൈറ്റ്മെന്റ് ഒട്ടും കളയണ്ട, ഇറങ്ങാം. നന്ദ, അവിടെ ചെല്ലുമ്പോ സിത്താര പെട്ടെന്ന് ചില തീരുമാനങ്ങളൊക്കെ പറഞ്ഞൊന്നു വരും. എന്തു വന്നാലും ആലോചിച്ചു പറയാവുന്നല്ലാതെ ഒറ്റയടിക്ക് വാക്കു കൊടുക്കാൻ നിൽക്കരുത്. ഇല്ലമ്മേ, അങ്ങനെ ഉണ്ടാവില്ല. എന്തു വന്നാലും പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാം. അമ്മേ, എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോണോ നമ്മള്? അതൊന്നും വേണ്ട സുമിത്രേ. അല്ല, വെറുതെ അങ്ങ് ചെന്ന് കയറാനൊരു മടി. പോകുമ്പോ എവിടെയെങ്കിലും നിർത്തി ഏതെങ്കിലും ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാലോ? അങ്ങോട്ടാ? സിത്താരയുടെ വീട്ടിലേക്ക്. എല്ലാരും അങ്ങോട്ട് പോവല്ലേ? നീ വരണ്ട. അവിടെ ചെന്നാല് നിന്റെ നാവ് വെറുതെ ഇരിക്കില്ല. കുടുംബക്കാരെ നാണം കെടുത്താൻ എന്തെങ്കിലും നിന്റെ വായന്ന് വീഴും. നീ ഇവിടെ നിന്നാ മതി. നന്ദ, അവള് വന്നോട്ടെ.
ആപത്ത് കാലത്ത് മിത്രങ്ങളെ കൊണ്ടല്ല ശത്രുക്കളെ കൊണ്ടായിരിക്കും. നിനക്ക് മനസ്സിലായോ? അമ്മേ പോവാം. ഞങ്ങള് റെഡിയാ. ആ നിങ്ങളും ഉണ്ടോ? ഞങ്ങളുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഏയ് കുഴപ്പമൊന്നുമില്ല. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേ പോലീസുകാർ സ്ഥിരം നിൽക്കുന്നില്ലേ, അവരുടെ കയ്യിലേ ലാത്തി ഉണ്ടാവും, രക്ഷാകവചം ഉണ്ടാവും, ജലപീരങ്കി ഉണ്ടാവും. അതുപോലെയാണല്ലോ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നത്. എല്ലാം കരുതി വെക്കാൻ വേണ്ടി ചോദിച്ചതാണേ. സംഗതി ശരിയാ മാണിക്കുഞ്ഞേ, പക്ഷെ നിർമ്മല അതൊന്നും പ്രയോഗിക്കില്ല എന്ന് കരുതാം. അല്ലേ നിർമ്മലേ? എന്നാ ഇറങ്ങാൻ, ഇനി വൈകണ്ട. ഡ്രസ് ചെയ്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഒന്ന് നോക്ക് മാഡം. ഞാൻ മാമിനൊന്ന് വിളിക്കട്ടെ. സിനി, ആ മാം, കൃഷ്ണ റെഡിയായി. ഓക്കെ ആണോ മാഡം? മമ്മി, ഏയ് ഇവളെങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ആരാ പറഞ്ഞത്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല മമ്മി. ഇത് ഞാൻ സമ്മതിക്കില്ല. ഇവളോട് ഇത് കഴിക്കാൻ പറ. മോളെ, നോ മമ്മി, ഇവളെങ്ങനെ മുഖാമുഖം കാണുന്ന ഓരോ നിമിഷവും എനിക്കിങ്ങനെ ഇറിറ്റേഷൻ ആവുക. എല്ലാം മാറ്റം പറ, എല്ലാം മാറ്റം പറ മമ്മി. അപ്പൊ ഇതെല്ലാം അഴിച്ചു വെക്കാല്ലേ? വേണ്ട മമ്മി, ഞാൻ പറയുന്നത് കേക്ക്. മോളെ, നീ ഇതെന്താ പറയുന്നത്? വന്നേ മോളിങ് വന്നേ. മോളെ, എന്താ മമ്മിയുടെ ഉദ്ദേശം? എന്റെ രൂപത്തിൽ അതേപോലെ അവള് നവീന്റെ അടുത്തേക്ക് ചെന്നാ ഞാനാണെന്ന് കരുതിയല്ലേ നവീൻ ബിഹേവ് ചെയ്യാ? നവീൻ അങ്ങനെ ചെയ്തോട്ടെ എന്ന് വെച്ചാ നവീൻ അവളെ സ്നേഹിച്ചോട്ടെന്നോ? മോളെ, നവീൻ അവളെ അല്ലല്ലോ സ്നേഹിക്കുന്നത്, നിന്നെയല്ലേ. നീയാണെന്ന് കരുതിയിട്ടല്ലേ അവളോട് സംസാരിക്കുന്നതും നോക്കുന്നതും ഒക്കെ. നോ, അവള് നവീനെ നോക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവളെ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്ക്. ഗാഥ, ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് നീ ബഹളം വെച്ചാല് എനിക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്കും മോളെ.